ഇതെന്താ ഉണ്ണിക്കുട്ടനോട് അനിതയിടത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. സാധാരണ അതാണോ പതിവ്? ഉണ്ണിക്കുട്ടൻ അനിതേട്ടന്റെ മുറിയിൽ ഉറങ്ങിയ അവരാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? സാധാരണ ഉണ്ണിക്കുട്ടൻ ഉറങ്ങുന്നത് ഇവിടെയല്ല, അനിതയിടത്തിയുടെ കൂടെ. ഇന്ന് അവന്റെ അമ്മയായ നീ വന്നതുകൊണ്ടാ അവന് നമ്മുടെ കൂടെ ഈ മുറിയിൽ കിടത്താന്ന് ഞാൻ വിചാരിച്ചത്. എന്നാലേ നിങ്ങളുടെ മോന് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യവുമില്ല. അവൻ അനിതാമ്മ മതിയത്രേ. എന്റെ മോനെ കൊണ്ട് ആരാ അനിതാമ്മയെന്ന് വിളിപ്പിച്ച് പഠിപ്പിച്ചത്? നിങ്ങളാണോ? ആ ചോദ്യത്തിന് അർഹമായ മറുപടി തരാൻ എനിക്കറിയാൻ തയ്യേ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ. ആ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല. നമ്മുടെ മകന് പഠിക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ല. കുട്ടികൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന വാക്ക് അമ്മയെന്നോ അച്ഛനോ എന്നാണ്. അവരത് പലപ്പോഴും വിളിച്ചു തുടങ്ങുന്നത് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ആയിരിക്കും. എന്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണോ ശബരേട്ടന്റെ ശ്രമം? എന്റെ സ്വഭാവം സഹിക്കാൻ പറ്റുന്നില്ലെന്നും ഞാൻ സ്വന്തം മകനെ പോലും മറന്ന് തന്നിഷ്ടത്തിന് ജീവിക്കാണെന്നൊക്കെ നിങ്ങൾ അനുചേച്ചിയോട് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടിയ നിങ്ങൾ വലിയ മഹാനായി മാറുമെന്നാണോ നിങ്ങളുടെ വിചാരം? അതോ എന്നെ ഒഴിവാക്കി വേറെ വല്ല പെണ്ണിന്റെ പുറകെ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങളോട് മാത്രമല്ലേ പറയുന്നുള്ളൂ, വേറെ ആരോടും പോയി പറയുന്നില്ലല്ലോ. ഞാൻ നിന്നെ കുറിച്ച് നിന്റെ അച്ഛനെ അറിയിക്കേണ്ട കാര്യങ്ങളാ അനുചേച്ചിനോട് പറഞ്ഞത്. അച്ഛനോട് പറഞ്ഞ ആ മനുഷ്യൻ തകർന്നു പോകുന്നു തോന്നിയതുകൊണ്ട് കുടുംബത്തിനോട് ഉത്തരവാദിത്തമുള്ള മറ്റൊരാളെ അറിയിച്ചു. ആർക്കും അടങ്ങാതെ നീ ഇനിയും സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന എനിക്ക് അതിലുള്ള വിയോജിപ്പ് നിന്റെ അച്ഛനെ തന്നെ എനിക്ക് അറിയിക്കേണ്ടതായിട്ട് വരും. വിയോജിപ്പ് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഈ വീടുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെന്ന് പണ്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരല്ലേ മറ്റെന്തിനേക്കാളും വലുത്. അപ്പോ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിലെന്താ തെറ്റ്? ഇത്തവണ നീ പോയത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? സത്യത്തിൽ നീ അങ്ങോട്ട് പോകുന്നത് അവിടെ ഉള്ളവരുടെ സ്വസ്ഥത കൂടി കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ദയേ? ഇനി അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ വീട്ടിൽ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാ അത് ഞാൻ പരമാവധി പരിഹരിച്ചു തരാം. എനിക്ക് വീടേ പ്രശ്നം. ഈ വീട് വിട്ട് ശബരേട്ടന് എന്നെ മോനെ കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പറ്റുമോന്ന്? എങ്കിൽ ശബരേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞാനും ശ്രമിക്കാം. അല്ലാതെ ഭാര്യയുടെ ആഗ്രഹവും അഭിപ്രായവും ചവിട്ടി തേച്ച് ഭർത്താവ് മാത്രം വലിയ ആളാവാൻ നോക്കണ്ട. ദയയുടെ അടുത്ത് അത് നടക്കില്ല.